പുട്ട് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള വിഭവമായിരിക്കില്ലേ, പുട്ടും കടലയും ചെറുപയറൊക്കെ. ഈ പുട്ട് കണ്ടിട്ട് ഇന്നിനി പുട്ടിൻ്റെ വീഡിയോ ആണോ എന്ന് വിചാരിക്കേണ്ട. ഇന്ന് പുട്ടല്ല വിഭവം, പക്ഷേ പുട്ട് ബാക്കി വന്ന നമുക്കിതാ ഇങ്ങനെ ഒരു കിടിലൻ ഐഡിയ ഉണ്ടെങ്കിൽ പുട്ടിരി നമുക്ക് വേറൊരു രൂപത്തിലും തരത്തിലും കഴിക്കാം. കറിയൊന്നും വേണ്ട, രാവിലത്തെ പുട്ട് അവിടെ ബാക്കിയുണ്ട്, അപ്പോൾ അതാ എടുത്തോളൂ, എന്നിട്ടിതാ ഇതുണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ അങ്ങനെ കടുകൊന്നിട്ട് പൊട്ടിച്ച് കൊടുക്കാം. കടുകൊന്ന് നന്നായി പൊട്ടി വരണം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം നമ്മുടെ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പും പിന്നെ ഒരു 2 ചുവന്ന മുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇതാ ഉഴുന്ന് പരിപ്പൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മളത് മൂപ്പിച്ചതിലേക്ക് ഒരു 1/2 കപ്പ് ഒനിയൻ ചെറുതായി അരിഞ്ഞത്, ഒരു 2 പച്ചമുളകുമായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായി അങ്ങോട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. വഴറ്റിയെന്ന് പറഞ്ഞാൽ പച്ചമണമൊക്കെ മാറി വരണം. ഇതുപോലെ ഇപ്പോൾ വഴറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ ഇട്ട് കൊടുത്ത് നന്നായി അങ്ങോട്ട് കുക്ക് ചെയ്യുക. നമ്മുടെ തക്കാളി നല്ല മാഷി ആവണം, അതുവരെ കുക്ക് ചെയ്യണം. നല്ലവണ്ണം സോഫ്റ്റായി വരണ വരെ കുക്ക് ചെയ്യാം നമുക്ക്. അതിനായിട്ട് ഇതിനെ ഒന്ന് പെട്ടെന്ന് കുക്കാവാനായിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം ഓയിലില്ലാതെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ അതാ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായി സോഫ്റ്റായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. അതിനെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ടൊമാറ്റോൻ്റെ പീസൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണോളം ഒരു 3/4 ടീസ്പൂണോളം ഞാൻ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ഇട്ടെടുക്കാം. വേറെ മസാലയൊന്നും ഇപ്പോൾ ഇതിലിടുന്നില്ല. മസാല വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റും ബീൻസും നമ്മുടെ ക്യാബേജും കൂടിയിട്ട് 1 കപ്പോളം ഏകദേശം പൊടിയായി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് പോരായെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് കുക്കാവാനായിട്ടൊരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കുക്കായി വരുമ്പോൾ ഇതൊരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്കാവട്ടെ. നമ്മുടെ ആ ക്യാബേജും ക്യാരറ്റും ബീൻസും ഒക്കെ കുക്കായി കിട്ടണം. ഇതൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഇത് ഈവനിങ് ഇപ്പോൾ രാവിലത്തെ പുട്ട് അവിടെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാം. നല്ല ഹെൽത്തിയാണ്. ഇനി ഇതിലേക്ക് ബാക്കി വന്ന പുട്ടിനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ പുട്ടിനെയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇത് ഗോതമ്പ് പുട്ടായിരുന്നു. എന്ത് പുട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി അതിനെ പുട്ടിനെയൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം അടച്ച് വയ്ക്കാൻ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ അടിപൊളി പുട്ട് കൊണ്ടുള്ള ഈ തട്ടിക്കുട്ട് വിഭവം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. വെറുതെ പറയില്ല, ഇത് പുട്ടാണെന്നൊന്നും ആരും പറയുക പോലുമില്ല. അങ്ങനത്തെ ഒരു അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ടേസ്റ്റി വിഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വിഭവം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുമല്ലോ. വീണ്ടും നമുക്ക് അടുത്ത വിഭവവുമായി വരാം. ബൈ ബൈ. താങ്ക് യു.